കൊല്ലം തേവലക്കരയിൽ മിഥുന്റെ മരണത്തിനിടയാക്കിയ വൈദ്യുത ലൈൻ അഴിച്ചുമാറ്റി. 7 മണിയോടെ KCB ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തിയാണ് ലൈൻ അഴിച്ചുമാറ്റിയത്. മിഥുന്റെ സംസ്കാരത്തിന് പിന്നാലെയായിരുന്നു KCBയുടെ നടപടി. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഒടുവിൽ വൈകി വന്ന വിവേകം എന്ന് വേണം ഇതിനെ പറയാൻ. ഒരു കുഞ്ഞു ജീവൻ പൊലിഞ്ഞു. അതിനൊടുവിലാണ് ഈ വൈദ്യുതി ലൈൻ അഴിച്ചുമാറ്റാനുള്ള നടപടികൾ KCB തുടങ്ങിയിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ പൂർണ്ണമായും ആ വൈദ്യുത ലൈനുകൾ അഴിച്ചു മാറ്റിയത്. ഇത് ഒരുപക്ഷെ നേരത്തെ KCBക്ക് ഇത് ചെയ്യാൻ തോന്നിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകില്ലായിരുന്നു. നേരത്തെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ, അതായത് അപകട ഭീഷണിയായി നിന്നിരുന്ന വൈദ്യുത ലൈൻ മാറ്റണമെന്നുള്ള നിർദ്ദേശം മാനേജ്മെന്റ് നൽകിയെങ്കിലോ, അല്ലെങ്കിൽ KCB അത്തരത്തിലൊരു നിർദ്ദേശം നൽകി അതിന്റെ നടപടികളിലേക്ക് കടന്നെങ്കിലോ ഇങ്ങനെ ഒരു ജീവൻ പൊലിയേണ്ട അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ടോടെയാണ് ഈ വൈദ്യുത ലൈൻ പൂർണ്ണമായും അഴിച്ചു മാറ്റിയത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ വൈദ്യുതി വിച്ഛേദിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. എന്തായാലും ഈ ഒരു വൈദ്യുത ലൈൻ ഈ താഴ്ന്ന് ഈ ഷീറ്റിനോട് ചേർന്ന് കിടന്നതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത്. ഇതിൽ തന്നെ KCBയുടെ വീഴ്ച വലുത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു അപകട ഭീഷണിയായി കിടന്നിരുന്ന വൈദ്യുത ലൈൻ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും ആരും അതിനെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തും. വരും ദിവസങ്ങളിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു, 4 മണിക്ക് ശേഷം 5 മണിയോടെയായിരുന്നു സംസ്കാരം നടന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ KCB ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് ഈ ലൈൻ പൂർണ്ണമായും അഴിച്ചു മാറ്റിയിട്ടുള്ളത്. നീലിമ. ഓക്കെ മനോജ്, വാർത്തയുടെ വിശദാംശങ്ങൾ മനോജാണ് നൽകിയത്.